ചെറുതായിട്ടൊന്ന് തിരിച്ചാൽ മതി. (1957 to 2014) 57 വർഷം ഒരേ മോഡല് മാനുഫാക്ചർ ചെയ്ത വേറെ ഒരു കമ്പനിയും ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ല. അത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ അംബാസഡർ ആണ്. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വീലോസിറ്റി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകമെമ്പാടും ഒരു സാമ്പത്തിക മുന്നേറ്റം ഉണ്ടായ ഒരു കാലഘട്ടമാണ്. അതിൻ്റെ പ്രതിഫലനം യൂറോപ്പിലും കണ്ടു. അതായത് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി മുതലായ കൺട്രീസിലൊക്കെ പല പല ബ്രാൻഡ്സ് വന്നു. ഓട്ടോമൊബൈൽ സെക്ടറിലായാലും, അത് 2 വീലർ ആയാലും 4 വീലർ ആയാലും. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ബ്രാൻഡായിരുന്നു മോറിസ് ഓക്സ്ഫോർഡ്. മോറിസ് ഓക്സ്ഫോർഡിന്റെ കൗലി എന്ന് പറയുന്ന ഒരു ഫാക്ടറിയിലാണ് അഥവാ പ്ലാന്റിലാണ് നമ്മൾ ഈ കാണുന്ന മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് 3 മാനുഫാക്ചർ ചെയ്തത്. നമ്മൾ ഈ കാണുന്നത് പക്ഷെ അംബാസഡർ ആണ്. അതിൻ്റെ ആ ഒരു റിലേഷൻ എന്താന്ന് ചോദിച്ചാൽ, മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് 3യുടെ സെയിം കിറ്റ് തന്നെയാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഇന്ത്യയിൽ അംബാസഡർ എന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്ത്. ഇതിൻ്റെ ഒരു പ്രിഡിസസർ ഉണ്ടായിരുന്നു, മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് 2. അതായിരുന്നു ലാൻഡ് മാസ്റ്റർ. ലാൻഡ് മാസ്റ്റർ 1956 ലോഞ്ച് ചെയ്തു. 2 വർഷം മാത്രമേ ലാൻഡ് മാസ്റ്റർ ഉണ്ടായിരുന്നുള്ളൂ. അതിന് വന്നിരുന്നത് ഒരു സൈഡ് വാൽവ് എഞ്ചിനാണ്. അതേ എഞ്ചിനോട് കൂടി തന്നെ ഈ മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് 3 ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അംബാസഡർ എന്നുള്ള ബ്രാൻഡ് നെയിമിൽ. സൈഡ് വാൽവ് എഞ്ചിൻ. ആകെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് പിൻഭാഗത്ത് ഇതുപോലെ ഒരു ഫിൻ വന്നു. ലാൻഡ് മാസ്റ്ററിന് ഇത് ടോട്ടലി ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു. അതുകൂടാണ്ട് ഇന്റീരിയറിലും ചില മാറ്റങ്ങളുണ്ടായിരുന്നു. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ആ ഒരു സൈഡ് വാൽവ് എഞ്ചിൻ വെച്ചാണ് ആദ്യകാലത്തെ അംബാസഡർ കാർ വന്നത്. 1957 to 1959. 1959 പുതിയ എഞ്ചിൻ, ഓവർഹെഡ് വാൽവ്, OHV എന്ന് പറയുന്ന ഓവർഹെഡ് വാൽവുമായിട്ട് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡർ കാർ പുതിയ രൂപത്തിലും ഭാവത്തിലും കുറച്ചുകൂടെ ആ ഒരു ഇന്ത്യൻ തനിമയോടുകൂടി ലോഞ്ച് ചെയ്തു. ഇത് ഫസ്റ്റ് ജനറേഷൻ ഓഫ് അംബാസഡർ ആണ്. ഇതിന് ഇപ്പോഴുള്ളവർ മാർക്ക് 1 എന്ന് പറയും. പക്ഷെ ആ കാലത്ത് ഇതിനെ അംബാസഡർ എന്ന് തന്നെയായിരുന്നു ബ്രാൻഡ് ചെയ്തിരുന്നത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. മാർക്ക് 2ഉം മാർക്ക് 3ഉം മാർക്ക് 4ഉം ഒക്കെ വന്നപ്പം ഇതിനെ മാർക്ക് 1 എന്ന് പറയുന്നു. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് തുടരും സിനിമയ്ക്കകത്ത് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് മാർക്ക് 2ഓ മാർക്ക് 3 ആണോ. അപ്പൊ മോഹൻലാൽ പറയുന്നുണ്ട് മാർക്ക് 1 എന്ന് പറയുന്നുണ്ട്. പക്ഷെ മാർക്ക് 1 എന്ന് പറഞ്ഞ ഒരു മോഡൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ലോഞ്ച് ചെയ്തിട്ടില്ല. അന്ന് അംബാസഡർ, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡർ എന്ന് മാത്രമായിരുന്നു അതിന്റെ പേര്. അതിന്റെ അറിയണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ സെറ്റ് ചെയ്ത് തരാം. ടൊയോട്ട ഇന്നോവ മീൻസ് ഇന്നോവ. അത് കഴിഞ്ഞ് Gen 1, Gen 2, Gen 3 അങ്ങനെ നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ മാർക്ക് 2ഉം 3ഉം 4ഉം വന്നപ്പം ഇതിനെ മാർക്ക് 1 എന്ന് കൊളോക്കിയലി വിളിക്കുന്നു. ഇതിന് വന്നത് ഓവർഹെഡ് ക്യാം വരുന്ന ഓവർഹെഡ് വാൽവ് എഞ്ചിനാണ്. 1489 cc 1.5 ലിറ്റർ എഞ്ചിനാണ്. ബ്രിട്ടീഷ് മൊവോക് കമ്പനി സോഴ്സ്ഡ് എഞ്ചിനാണ്. ഇതിന്റെ പവർ പറഞ്ഞു കഴിഞ്ഞാൽ 50 HP ആണ്. അന്നത്തെ കാലത്ത് BHP അല്ല, ബ്രേക്ക് ഹോഴ്സ് പവർ ഇല്ല, ഹോഴ്സ് പവർ ആയിരുന്നു. 50 കുതിര ശക്തി എന്നായിരുന്നു അന്നൊക്കെ പറയുന്നത്. ഈ കാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 1963 മോഡൽ ഫസ്റ്റ് ജനറേഷൻ അംബാസഡർ കാറാണ്. മാർക്ക് 1 എന്ന് നമ്മൾ ഓമനത്തോടു കൂടി വിളിക്കുന്ന ഫസ്റ്റ് ജനറേഷൻ അംബാസഡർ കാറാണ്. 1963 അംബാസഡറിന് ഒരു മേജർ ഫേസ് ലിഫ്റ്റ് ഉണ്ടാകുന്നത് മാർക്ക് 2 അപ്പൊ ഇത് ലാസ്റ്റ് ലോട്ടിൽ ഒന്നാണ് മാർക്ക് 1 ഇത് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു കാറാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് ഗ്രീൻ ആണ്.
ഇത് ഒറിജിനലി അംബാസഡറിന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തപ്പോൾ ഈ കളർ വന്നില്ല. മാർക്ക് 1 ആ കാലത്ത് ബ്ലാക്ക് മാത്രമായിരുന്നു കളർ എന്നാണ് എൻ്റെ ഒരു അറിവ്. മാർക്ക് 2 വന്നപ്പോൾ വൈറ്റും ബ്ലാക്കും അവൈലബിൾ ആയിരുന്നു. മാർക്ക് 3 വന്നപ്പോഴാണ് 2-3 സോളിഡ് കളേഴ്സും കൂടെ വന്നത്. ഇത് പ്രിസ്റ്റീൻ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത കാറാണ്. ഇതിന് ക്രാങ്ക് ലിവർ ഉണ്ട്, പിന്നെ ഫുൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതെല്ലാം വർക്കിങ്ങുമാണ്. 5 വർഷം മുമ്പ്, അതായത് 2020 പിൻ ടു പിൻ രജിസ്ട്രേഷൻ ചെയ്ത ഈ അംബാസഡർ കാർ ഇപ്പോഴും പ്രിസ്റ്റീൻ കണ്ടീഷനിലാണ്. ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ടുവേർഡ്സ് ഒരു ഓക്സ്ഫോർഡ് ലുക്ക് വരുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഈ സൈഡ് മിറേഴ്സ് ആണ്. നമ്മുടെ ഇവിടെ ഇറങ്ങിയ അംബാസഡർ കാറിന് സൈഡ് മിറേഴ്സ് ഇല്ല. ഇത് UK ഇമ്പോർട്ട് ചെയ്ത സൈഡ് മിറേഴ്സ് ആണ്. പിന്നെ ഇതിൻ്റെ ഹെഡ് ലാമ്പ് നോക്കിയാലും ലൂക്കാസ് UK അവിടുന്ന് ഇമ്പോർട്ട് ചെയ്ത ലൈറ്റ് ആണ്. ഈ ഒരു പെക്യുലിയർ ഡിസൈനിലുള്ള ട്രൈപോഡ് കൈൻഡ് ഓഫ് ഡിസൈൻ ആണ് ഇതിന്. ഇത് അവിടുന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ബാക്കിയെല്ലാം ഏകദേശം ഒറിജിനാലിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ അത് ടേസ്റ്റ്ഫുള്ളി ചെയ്തിട്ടുണ്ട്. ടുവേർഡ്സ് ക്ലാസിക് ആ ഒരു ലുക്ക് തരുന്ന രീതിയിൽ തന്നെയാണ്. ഈ കാറ് 1963 അംബാസഡർ OHV ഇതെനിക്ക് 2020 എൻ്റെ ഫാദറും മദറും വാങ്ങിച്ചു തന്ന കാറാണ്. ഞാനിങ്ങനെ ഒരു അംബാസഡർ കണ്ടു, അത് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഫാദറും മദറും ഇതെനിക്ക് വാങ്ങിച്ചു തന്ന കാറാണ്. അതുകൊണ്ട് എൻ്റെ കളക്ഷനിലുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാറും ഇതാണ്. ഞാൻ അതിൻ്റെ ഒറിജിനാലിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നു. ഇതിൻ്റെ ഓൾമോസ്റ്റ് ഓൾ പാർട്സ് ഒറിജിനലാണ്. അതായത് മൊവോഗ് എൻജിൻ ഇതിനകത്ത് ഒറിജിനലായിട്ട് 1963 വന്ന മൊവോഗ് എൻജിൻ, ഗിയർ ബോക്സ്, ഡിഫറൻഷ്യൽ, ബ്രേക്ക് സിസ്റ്റം ആ പഴയ ബ്രേക്ക് സിസ്റ്റം തന്നെ, കോളം ഗിയർ ഷിഫ്റ്റ്, ഇൻഡിക്കേറ്റർ എല്ലാം ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ നടുക്കുള്ള ഇൻഡിക്കേറ്റേഴ്സ്, ലൈറ്റ്സ്, ട്രൈപോഡ് PL 700 എന്ന് പറയുന്ന ലൈറ്റ്സ്, ആ സ്റ്റൈൽ ലൈറ്റ്സ് ആണിത്. ഈ 2 മിറേഴ്സ് മാത്രം ഞാൻ അഡീഷണൽ ആയിട്ട് പിടിപ്പിച്ചു. അത് ഇമ്പോർട്ടഡ് മിറേഴ്സ് ആണ്. ബാക്കിയെല്ലാം കംപ്ലീറ്റ് സ്റ്റോക്ക് വെഹിക്കിൾ. ആകപ്പാട് ചേഞ്ച് ഉള്ളതെന്ന് പറഞ്ഞാൽ ആ സീറ്റ് മാർക്ക് 1 ഒരു ഇച്ചിരി കൂടെ തിന്നർ സീറ്റാണ് വരുന്നത്. അത് മാറ്റിയിട്ട് ഇച്ചിരിയും കൂടെ ഫോം ഉള്ള ഇച്ചിരി കൂടെ തിക്കർ സീറ്റ്സ് ആക്കി. ഡോർ പാഡ്സ് വന്നിട്ട് ഇച്ചിരിയും കൂടെ ലേറ്റസ്റ്റ് വണ്ടിയുടെ ഡോർ പാഡ്സ് ആണ് ഇട്ടിരിക്കുന്നത്. അതല്ലാതെ വേറെ ഇതിനകത്ത് ഒരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. ടയേഴ്സ് ഇപ്പോഴും ക്രോസ് പ്ലൈ ടയേഴ്സിലാണ് ഇപ്പോഴും ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. അംബാസഡറിന്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നതായിരിക്കും ഒരു ബെറ്റർ ടേം. കാര്യം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല, അത് മോർ കോംപ്ലിക്കേറ്റഡ് ആണ്, അഥവാ കോംപ്ലക്സ് ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ 2 ഗ്ലൗ ബോക്സ് കാണും, അതായത് സ്റ്റോറേജ് സ്പേസ് അത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഉള്ളിലുള്ളത്. പിന്നെ 2 മെയിൻ മീറ്റേഴ്സ് ആണ്. ഇത് ഓഫ് കോഴ്സ് സ്പീഡോമീറ്റർ ആണ് ഇതിൽ ഉള്ളത്. അതായത് മാർക്ക് 1 മൈൽസ് പെർ അവർ ആണ്. ഇത് ഇനിഷ്യൽ മോഡൽസിന് ഇനിഷ്യൽ ലോട്ടിൽ വന്നത് മെയ്ഡ് ഇൻ ബ്രിട്ടൻ ഒറിജിനൽ സ്മിത്ത് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആയിരുന്നു. എന്നാൽ ഇത് ഇന്ത്യയിൽ റീക്രിയേറ്റ് ചെയ്തതാണ്. ഓട്ടോമീറ്റർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ് ഈ 3 മീറ്റേഴ്സും, അഥവാ ഈ 2 മീറ്റേഴ്സും ക്ലോക്കും. ഇതിലെ ഈ ക്ലോക്കും ഒക്കെ കറക്റ്റ് വർക്കിംഗ് ആണ്. 5:15 ആണ് എൻ്റെ വാച്ചിൽ കാണിക്കുന്ന ടൈം. എക്സാക്ട്ലി 5:15 തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഇൻഡിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. ഇത് ആംബിയോമീറ്റർ ആണ്, ഇത് ഓയിൽ പ്രഷർ കാണിക്കുന്നതാണ്, ഇത് ഫ്യൂവൽ ഗേജും. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്പീഡോമീറ്റർ ആണ്, വിത്ത് ട്രിപ്പ് മീറ്ററും കാണാം. ഇതിന്റെ സ്വിച്ചസ് ഈ 4 സ്വിച്ചസേ ഉള്ളൂ മെയിൻ ആയിട്ട്. സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ ഒരു നോബ് ഫോമാറ്റില്ല, പുള്ളി ചെയ്യുന്ന സ്വിച്ചസ് ആണ് ഇതെല്ലാം. ഇത് ചോക്കാണ്. കോൾ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്കിത് പുള്ളി ചെയ്ത് ചോക്ക് എൻഗേജ് ചെയ്യാം. കാർബറേറ്റർ ഉണ്ടായിരുന്ന വാഹനങ്ങൾക്കെല്ലാം ചോക്ക് ഉണ്ടായിരുന്നതാണ്. ഇത് വൈപ്പറിന്റെ സ്വിച്ച് ആണ്. ഇത് പാർക്ക് ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും ഉള്ളതാണ്. റൈറ്റിലോട്ട് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി കൂടുകയും ലെഫ്റ്റിലോട്ട് കുറയുകയും ചെയ്യും. ഇത് ഫുൾ സ്റ്റാർട്ടിന്റെ ആണ് ഈ ഒരു നോബ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഇപ്പൊ ന്യൂട്രൽ പൊസിഷനാണ്. ഇഗ്നിഷൻ കീ ഒന്ന് ഇങ്ങനെ തിരിക്കുക, ജസ്റ്റ് ഇതൊന്ന് പുള്ള് ചെയ്താൽ മതി, കാർ സ്റ്റാർട്ടാണ്. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സൈലന്റ് ആണ് എഞ്ചിൻ.
ഈ ഫസ്റ്റ് ജനറേഷൻ അംബാസഡറിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അംബാസഡർ എക്സ്പീരിയൻസും കൂടെ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം എനേബിൾ ചെയ്താൽ ഇതുപോലെയുള്ള വാഹന റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടറിംഗ്.